എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു സംഭവം കണ്ടോ? ഇത് കടച്ചക്കയാണ്. നിങ്ങളുടെ നാട്ടിലെ ശീമച്ചക്ക എങ്ങനെയും പറയും അല്ലെ. പക്ഷെ വളരെ ഹെൽത്തിയാണ്. ഇപ്പൊ ഡയബറ്റിക് പേഷ്യൻസിനും അതുപോലെ തന്നെ വണ്ണം വെക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും ഈ ഒരു ചക്ക തേങ്ങാപ്പാലിൽ പുഴുങ്ങി കഴിക്കുന്നത് വളരെ ഉത്തമമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പിയും ഈ ഒരു കടച്ചക്ക വെച്ചിട്ടാണ്. വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ ഒരു മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ. ചാനലിൽ കൂടെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം തന്നെ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ നോക്കാം എങ്ങനെയാണ് കടച്ചക്ക വെച്ചിട്ട് നല്ലൊരു മെഴുക്ക് പുരട്ടി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നമ്മുടെ വീഡിയോ കൂടെ കണ്ടു നോക്കാം. കടച്ചക്ക മെഴുക്ക് പുരട്ടി തയ്യാറാക്കി എടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ തോലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അതിനുശേഷം ചെറിയ ചെറിയ പീസുകളായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൂടെ എടുക്കണം. അപ്പൊ ഇതില് കുറച്ച് കറയൊക്കെ ഉണ്ടാവും. ആ ഒരു കറ കളയുന്നതിനായിട്ട് നമ്മൾ അരിഞ്ഞ് മഞ്ഞൾ വെള്ളം കലക്കിയിട്ട് അതിലേക്ക് കട്ട് ചെയ്ത് ഇടേണ്ടതാണ്. നമുക്ക് കറയൊക്കെ എളുപ്പത്തിൽ കളയാൻ സാധിക്കും. അതുപോലെ ഈ ഒരു ചക്ക നിങ്ങൾ പായസം വെക്കാനും വളരെ ഉത്തമമാണ്. ഈ ഒരു ചക്ക ഇനി എവിടെ കണ്ടാലും നിങ്ങൾ വെറുതെ കളയല്ലേ, ഒരെണ്ണമെങ്കിലും വാങ്ങിയിട്ട് നിങ്ങൾ കഴിക്കണേ. അപ്പൊ നോക്കാം. അങ്ങനെ നമ്മുടെ ചക്ക ഞാനിവിടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചക്ക ഒന്ന് വേവിച്ചെടുക്കണം. ഇനി ഒരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ഒരു സവാള വെള്ളത്തിലേക്ക് കട്ട് ചെയ്ത് ചേർക്കാം. സവാളയുടെ കൂടെ തന്നെ ഒരു 3-4 പച്ചമുളക് കൂടെ നമുക്ക് കട്ട് ചെയ്ത് വെള്ളത്തിലേക്ക് ചേർക്കാം. പച്ചമുളകും കട്ട് ചെയ്ത് ചേർത്ത് കഴിഞ്ഞപ്പോൾ വെള്ളം നല്ലപോലെ തിളച്ചു തുടങ്ങി. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്ക ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും ഒരു നുള്ളു വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ചക്കയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലവണ്ണം ഇളക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് വെന്ത് വരാനായിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഈ ചക്ക വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായ ഉള്ളിയൊക്കെ ഒന്ന് തോല് കളഞ്ഞു വെക്കാം. അങ്ങനെ നമ്മുടെ മൂടി വെച്ച ചക്ക ഞാനൊന്ന് മൂടി തുറന്ന് നോക്കുന്നുണ്ട്. ചക്ക ഇപ്പോൾ നല്ലപോലെ ഒന്ന് തിളച്ചും തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം സിമ്മിൽ വെച്ച് കൊടുത്തിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ടും. ഫ്ലെയിം സിമ്മിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി വെന്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചക്ക ഇവിടെ വെള്ളമെല്ലാം വറ്റി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് മെഴുക്ക് പുരട്ടി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് ചക്ക മെഴുക്ക് പുരട്ടി തയ്യാറാക്കാനുള്ള ചീനിച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ചട്ടിന് ചൂടായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയും ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് ചേർക്കാം. കടുക് ഇവിടെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പില ചേർക്കാം. കറിവേപ്പിലയുടെ കൂടെ തന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളിയും ഇതൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 10 കൊച്ചുള്ളി കട്ട് ചെയ്തതാണ് ചേർക്കുന്നത്. വീണ്ടും നല്ലപോലെ വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയും കൊച്ചുള്ളിയൊക്കെ നല്ലവണ്ണം മുരിഞ്ഞ് കിട്ടണം. അതുവരെയാണ് നമുക്കിതുപോലെ ഒന്ന് വഴറ്റിയെടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ ഇതുപോലെ ഒന്ന് മുരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായ ചതച്ച മുളക് ചേർക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളിയും മുളകും കൂടെ ചതച്ച് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ 1 സ്പൂൺ അളവിൽ ചതച്ച മുളക് ചേർക്കുന്നുണ്ട്. ഇനി ഉള്ളിയും കൂട്ടി ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്ക ചേർക്കാം. കുറേശ്ശെ ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള എല്ലാ ചക്കയും ചീനിച്ചട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. അങ്ങനെ ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ വളരെ രുചികരമായിട്ടുള്ള ചക്ക മെഴുക്ക് പുരട്ടി ഇവിടെ റെഡിയാണ്. നമ്മുടെ വീട്ടിൽ നിന്നും പറിച്ചെടുത്ത ചക്ക ആയതുകൊണ്ട് ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല. നിങ്ങൾ പുറത്തു നിന്നൊക്കെ വാങ്ങുവാണെങ്കിൽ മഞ്ഞൾപ്പൊടി തീർച്ചയായിട്ടും ചേർക്കേണ്ടതുമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ അടുത്ത ദിവസം ഓടിയെത്താം. അതുവരെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാണാം.